ഓഹോ, അങ്ങനെയാണ് കഥയല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഓസ്ട്രേലിയയിലെ ചെറുക്കന്മാരൊക്കെ കളഞ്ഞിട്ട് ഇവളെന്തിനാ ഇവന്റെ പുറകെ വന്നത്. ഇപ്പൊ മനസ്സിലായി അവൻ എന്ത് കഥയാ പറഞ്ഞെന്ന്. ആണുങ്ങളുടെ ബുദ്ധി ഇങ്ങനെയാ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ പൊങ്ങച്ച. രാത്രി വന്ന് കാല് പിടിക്കും, പകലാണെങ്കിൽ മീശ പിരിക്കും. അമ്മേ അമ്മേ അങ്ങോട്ട് നോക്കിക്കേ. അങ്കിൾ എല്ലാ കഥയും കേട്ടിട്ട് അങ്ങോട്ട് രക്ഷപ്പെട്ടു പോവാൻ പോകുന്നു. എടി ഞാൻ എന്തിനാടി രക്ഷപ്പെട്ടു പോകുന്നേ? അവള് പറയുന്നതൊക്കെ നുണയാണ്. അപ്പോ നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ? അത് പിന്നെ എന്റെ പൊന്നുമോനെ, കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചാലേ എന്നെങ്കിലും പുറത്തു വരും. ശരി, സാരമില്ല, പോട്ടെ. നീ കള്ളം പറഞ്ഞാലും ഒരു നല്ല പെണ്ണിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൺഗ്രാറ്റ്സ്. അതൊക്കെ പോട്ടെ, ഇനി എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് സാഗർ മോനെ. അമ്മ അകത്തേക്ക് വരൂ, കാല് തിരുമ്പി തരാം. വരുവാ മോളെ. എന്താ നിനക്ക് വേണ്ടേ? എന്താടാ അവള് നിനക്കിട്ട് താങ്ങിയാ? എന്ത് പറയാനാ അമ്മാവ, ഒരുത്തി സൈറ്റ് അടിക്കുന്നു, മറ്റൊരുത്തി വയറ്റിലടിക്കുന്നു. എന്ത് ചെയ്യും? ഹായ് സാഗർ, എന്താ ഈ സമയത്ത്? എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സംസാരിക്കാനോ? നിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി വന്നാടി. കൊല്ലാനോ? നിന്നെ കണ്ട അങ്ങനെ തോന്നുന്നില്ലല്ലോ. നീ എന്താ പറഞ്ഞ? നിന്റെ പുറകെ ഞാൻ ചുറ്റിക്കിറങ്ങി നിന്റെ കാലിൽ വീണ് ഞാൻ പ്രേമിക്കാൻ വന്നല്ലേ? അപ്സരസാണോടി നീ? ആരാടി നീ? എന്താ സാഗർ ഇങ്ങനെ ചോദിക്കുന്നേ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അങ്ങനെ അറിയാം. നീ ആരുടെ ഐശ്വര്യറായോ അതോ മോണോലിസയോ? ഒന്നും പറയണ്ട. ഞങ്ങളുടെ വീട്ടിൽ എന്തിനു വന്നു? എന്തിനാ വന്നേ? എന്താ സാഗർ ബന്ധമില്ലാതെ സംസാരിക്കുന്നേ? 25th എൻഗേജ്മെന്റ് 15th തന്നെ പറയണമെന്ന് നീ അല്ല എന്നോട് പറഞ്ഞേ. ശരിയാണോ ഇല്ലയോ? ചന്ദ്രമാമൻ തന്നെ പറ. അത് ശരിയാ, നീ ഫോൺ ചെയ്തായിരുന്നു. ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. പ്ലേറ്റ് മാറ്റല്ലേ? ഞാൻ അവൾക്കല്ല ഫോൺ ചെയ്തത്, വേറെ ആൾക്കാ ഫോൺ ചെയ്തത്. എന്ന് വെച്ചാ വേറെ ഒരു ലവർ ഉണ്ടല്ലേ? ഒരു കീർ വെച്ച് വന്നാലുണ്ടല്ലോ, ലവർ പോലും ലവർ. സത്യം നീ തുറന്നു പറഞ്ഞേക്ക്. എന്റെ പ്ലാനിങ് ഒന്നും നടന്നില്ലെന്ന് സാരമില്ല. ഇന്ന് രാത്രി തന്നെ നിന്റെ കള്ള ഞാൻ ഇവിടെ പൊളിച്ചടുക്കും. നിന്റെ ലഗേജ് എടുത്തോണ്ട് പൊടി. ആന്റി, മാമി, അങ്കിൾ, ആന്റി, മുത്തശ്ശി, ചിൽഡ്രൻ. അയ്യോ, വണ്ടി ഇപ്പൊ റോങ് സൈഡ് പോയിക്കൊണ്ടിരിക്കുക മോനെ. എസ്കേപ്പ്. എന്താ മോളെ പറ്റിയേ? എന്തിനാ മോളെ ഇങ്ങനെ ഒച്ച വെച്ചേ? ഒന്ന് നോക്ക് അങ്കിൾ, ഞാൻ മര്യാദയ്ക്ക് അവിടെ കിടന്നതാ. ഇവൻ എന്റെ റൂമിലോട്ട് കേറി വന്നിട്ട് പിന്നെ ഇല്ല ഡാഡി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവള് വെറുതെ പിന്നെന്തിനാ മോനെ ഈ സമയത്ത് അവളുടെ റൂമിലേക്ക് പോയത്? അത് അല്ല അമ്മ, ആദ്യമായിട്ട് ഇവള് ഇവിടെ വന്നതല്ലേ, പുതിയ വീടായത് കൊണ്ട് ഉറങ്ങിയില്ലോ എന്നൊക്കെ വെറുതെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നതാ ഞാൻ. വെറുതെ കാണാൻ വന്ന ആരെങ്കിലും ഒച്ച വെക്കോ? അങ്കിൾ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. പ്രോമിസ്, സത്യമായിട്ടൊന്നും ചെയ്തില്ല. അങ്കിള് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ലവ് സ്റ്റോറിന്ന് അങ്കിള് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അങ്കിള് നുണ പറയാണെന്ന്. കുറുമ്പി മിണ്ടാതിരടി. എന്നാ വേഗം പോയി കിടക്ക്. കാജലേ, നിനക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ പ്രിയങ്കയും വിളിച്ചോ. സാരല്ല ആന്റി, ഞാൻ കഥവ് കുറ്റിയിട്ടിട്ട് സൂക്ഷിച്ചു കിടന്നോളാം. ഗുഡ് നൈറ്റ്. പോയി കിടക്കാം. എന്തിനാ മോനെ ഇവിടെ തന്നെ നിൽക്കുന്നെ? ഞാൻ അകത്തേക്ക് പോവാം. നിന്റെ റൂം ഇതല്ല, അങ്ങോട്ട് പോകും. ശരി. ഈ ചെറുക്കന്റെ ഒരു കാര്യം.
അവൻ എങ്ങനെ മിസ്സായത്? ബോസ് അത് ഇന്ത്യയിലെ ഏതോ ഒരു ജയിലില് നാറിക്കിടന്ന നിങ്ങൾക്കൊക്കെ പാസ്പോർട്ടും വിസയൊക്കെ തയ്യാറാക്കി ഫോറിനിൽ കൊണ്ടുവന്ന് സ്കോച്ചും വിസ്റ്റും ഒക്കെ കുടിക്കാൻ തന്നിട്ട് വളർത്തിക്കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയാണോടാ? എനിക്ക് എന്റെ ജാസ്മിനെ കിട്ടിയേ തീരൂ. എവിടെയാ അവള്? അന്വേഷിക്കേ, അന്വേഷിക്കേ. Excuse me, ma'am. Yes. I want entire list of last year batch of computer science students, especially Kajal and her friends. What are you talking, man? It was impossible. Hey, who are you, man? What are you doing? Hey. Okay, I will show you. Wait. I will see. ഈ പെൺകുട്ടിയെ വേഗം ട്രേസ് ചെയ്യണം. ക്യൂക്ക് ക്യൂക്ക്. കാജൽ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അവൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നോട് പോലും പറയാതെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കും. കാജൽ എവിടെ? ഏത് കാജൽ? കാജൽ എവിടെ? Come on. പറയേ. Where's my Kajal? പറയാ, ഞാൻ പറയാം. ആക്ച്വലി അവൾ എന്റെ ഫ്രണ്ടൊക്കെ തന്നെ. അവൾ എന്തിനു വേണ്ടിയാ ഇന്ത്യയിലേക്ക് പോയതെന്നൊന്നും എനിക്ക് അറിയില്ല. ഏതോ ഒരുത്തനൊരു പ്രശ്നത്തിലകപ്പെട്ടപ്പോ എന്റെ കാജലിന്റെ ഫോട്ടോ കൊടുക്കാനായിട്ട് നീ ആരും. ഗൈസ്, ഈ ബോഡി ഏതെങ്കിലും ബോയ്സ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് താഴെ കിട്ടേക്ക്. ഓസ്ട്രേലിയൻസിന്റെ അറ്റാക്ക് ആയിരിക്കുമെന്ന് കേസ് ഫയൽ ആയിക്കൊള്ളും.